എൻ്റെ അറിവിൽ ഈ തരത്തിൽ ആദ്യത്തെ ഒരു ഇരയായിട്ടുള്ളത് സത്യനാണ്. സത്യൻ്റെ രോഗവും മരണവും ഒക്കെ നടക്കുന്ന കാലത്ത് ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. അന്ന് അധികം ആരും അറിഞ്ഞിട്ടില്ല, എന്നാൽ ചിലർക്കൊക്കെ ചെറിയ സംശയങ്ങളുമുണ്ട്. അധികം ആരും അറിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ മാതിരി സോഷ്യൽ മീഡിയ ഇല്ല, അതുകൊണ്ട് വലിയ പബ്ലിസിറ്റി ഒന്നും കിട്ടിയില്ല. ചിലർക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ഈ മരണം നടക്കുമ്പോൾ പെട്ടെന്നൊരു ഞെട്ടലുണ്ടാകുന്നത്. കാരണം നേരത്തെ അത് വെച്ചിട്ട് ആഘോഷിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇതാണ് എൻ്റെ ഓർമ്മയിലുള്ള ആദ്യത്തെ ഒരു സംഭവം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് പല ആർട്ടിസ്റ്റുകളെക്കുറിച്ചും ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾ കേട്ടിട്ടുണ്ട്. അത് പലതും കെട്ടുകഥകളായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇന്നസെൻ്റ് യഥാർത്ഥത്തിൽ മരിക്കുന്നതിന് മുമ്പ് ഒരു 3 പ്രാവശ്യമെങ്കിലും അദ്ദേഹം മരിച്ചിട്ടുണ്ടാവും. ജഗദീഷ് ശ്രീകുമാറിന് ഈ ഒടുവിലത്തെ ആ അപകടം ഉണ്ടാവുന്നതിന് മുമ്പ് അദ്ദേഹം മരണത്തിൻ്റെ വാതിൽക്കലെത്തി എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുള്ള ചില പോസ്റ്റുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അവർക്ക് അവരുടെ ദുഃഖമോ അവരുടെ ഉത്കണ്ഠയോ ഒന്നുമല്ല. അവർക്ക് അതൊക്കെ ഒരു രസമാണ്. അവർക്ക് കൂടുതൽ പുതിയ വാർത്തകൾ കിട്ടിയെന്നറിയാനുള്ള ഇതാണ്. പിന്നെ പൊതുവേ ഈ മറ്റുള്ളവരുടെ ദുഃഖം സന്തോഷിപ്പിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിലേറെ. ഇതിപ്പോൾ നടനും നടിയൊന്നും ആവണമെന്നില്ല. അല്ലാത്ത ഒരാൾ തന്നെ നമ്മുടെ അയൽവക്കത്ത് ഏതെങ്കിലും ഒരാൾക്ക് ചെറിയ അസുഖം വന്നു എന്ന് കേട്ടാൽ ഉടനെ ഗോസിപ്പിംഗ് തുടങ്ങും.